മാർക്കറ്റ് റെഡിലാണ്. എനർജി സ്റ്റോക്സ് ഏകദേശം 1.5% അപ്പാണ്. ഇത് വാർ സിനാരിയോ തുടങ്ങിയപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു, ഈ വാറിൻ്റെ ഒരു ഡയറക്ഷൻ നോക്കിയാൽ എനർജി സ്റ്റോക്സ് കൂടാം. അതാണിപ്പോൾ സംഭവിക്കുന്നത്. IT സ്റ്റോക്സ് ഏകദേശം 4% ഡൗൺ ആണ്. അത് AI ഒരു എഫക്റ്റ്, ലോങ് ടേം എഫക്റ്റ് തീരുന്നത് വരെ IT സ്റ്റോക്സ് നമുക്ക് പ്രഡിക്റ്റബിൾ അല്ല. ഡിഫൻസീവ് സ്റ്റോക്സ് ആണ് ഇപ്പോൾ ഓക്കെ ആയിട്ട് എല്ലാവരും വാങ്ങുന്നത്. FIIs, ഫോറിൻ ഇൻവെസ്റ്റേഴ്സും ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസും, രണ്ട് ഇൻസ്റ്റിറ്റ്യൂഷൻസും ഇപ്പോൾ സെല്ല് ചെയ്യാണ്. റീറ്റെയിലേഴ്സ് വെയിറ്റ് ആൻഡ് വാച്ച് ആണ്. ബൈയിങ് വോളിയം ഇല്ല എന്നുള്ളതാണ് സത്യം. കഴിഞ്ഞ കൊല്ലവും ഈ വാർ തുടങ്ങിയ സമയത്തുമായിട്ട് 35 ലക്ഷത്തോളം ഇൻവെസ്റ്റേഴ്സ് സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് പോയിരിക്കുന്നു. അതായത് ഏകദേശം 35,000 ക്രോഴ്സ് റുപ്പിയുടെ ഈക്വലന്റ് സപ്പോർട്ടാണ് നമുക്ക് ഇവിടെ മാർക്കറ്റിൽ നിന്ന് നഷ്ടപ്പെട്ടത്. അപ്സ് ആൻഡ് ഡൗൺസ് സ്റ്റോക്സിൽ സാധാരണമാണെന്ന് മനസ്സിലാക്കുക. ഇപ്പോഴത്തെ സ്ട്രാറ്റജികളിൽ റെക്കമെൻഡ് ചെയ്യുന്നത് വാല്യുവേഷൻ നോക്കുക എന്നുള്ളതാണ്. ഒരു ലോങ് ടേം ഹൊറൈസൺ ഉണ്ടാക്കുക. ചെറിയ F&A മാതിരിയുള്ളത് റിസ്കിയാണ്. എമർജൻസി ഫണ്ട് കൈവയ്ക്കുക, സ്റ്റോപ്പ് ലോസ് ഉപയോഗിക്കുക. ഡോളർ റുപ്പിയുടെ വിനിമയ നിരക്ക് വാച്ച് ചെയ്യുക. സ്റ്റഡി ആയിട്ട് ഡിപ്പിൽ നല്ല സ്റ്റോക്സ് അക്യുമുലേറ്റ് ചെയ്യുക. അതാണ് കോമ്പൗണ്ടിങ് ഗ്രോത്ത് ഉണ്ടാക്കുള്ളൂ. നാളെ വലിയൊരു സ്വത്തിന് നിങ്ങൾ ഉടമകളാവട്ടെ എന്ന് ആശംസിക്കുന്നു. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എപ്പോഴും ഇൻവെസ്റ്റ്മെന്റ് ഒരു സിബി രജിസ്റ്റേർഡ് ഇൻവെസ്റ്ററെ കൊണ്ട് മാത്രം ചെയ്യുക. വീക്കെൻഡിൽ ഒരു സ്ട്രാറ്റജി ടോക്ക് ഉണ്ടാവും. താങ്ക് യു.